എല്ലാവർക്കും നമസ്കാരം. വേദാന്തത്തിന്റെ വളരെ സവിശേഷമായ ഒരു പഠന രീതിയുണ്ട്. ആദ്യം വേദാന്തം ഒരു താൽക്കാലിക വിശദീകരണം നൽകുന്നു. പിന്നീട് ഘട്ടം ഘട്ടമായി ആ വിശദീകരണത്തിനെ മറികടന്ന് യഥാർത്ഥ സത്യം അവതരിപ്പിക്കുന്നു. എൻ്റെ ഗുരു എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്. വേദാന്തത്തിന്റെ പ്രത്യേകത നിങ്ങളെ എന്ത് പഠിപ്പിക്കുന്നു എന്നല്ല, മറിച്ച് നിങ്ങളെ എങ്ങനെ പഠിപ്പിക്കുന്നു എന്നതാണ്. ഈ പഠന രീതിയാണ് അധ്യാരോപ അപവാദം എന്ന് പറയുന്നത്. ആദ്യം അജ്ഞത മൂലമുണ്ടാകുന്ന ഒരു പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കുന്നു, പിന്നീട് യുക്തിപരമായി അതിനെ നിഷേധിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. വേദാന്തത്തിന്റെ ആദ്യ പാഠമായ അധ്യാരോപ അപവാദം. പ്രിയമുള്ളവരെ, വേദാന്ത ഇൻ സിമ്പിൾ ലോജിക് എന്ന വീഡിയോ പരമ്പരയിലേക്ക് സ്വാഗതം. വേദങ്ങൾ, വേദാന്തം, മഹാവാക്യങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ സീരീസ് ആണിത്. പഴയ വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ ദയവായി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ വേദാന്തത്തിന്റെ തുടക്കം എങ്ങനെ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ വീഡിയോയിൽ വേദാന്തം ആദ്യം നമുക്ക് പറഞ്ഞു തരുന്ന പാഠം എന്താണെന്ന് ചർച്ച ചെയ്യാം. ആദ്യം നമുക്ക് അധ്യാരോപ അപവാദം എന്ന വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാം. അധ്യാരോപം എന്നാൽ യഥാർത്ഥത്തിലുള്ള ഒന്നിന്റെ മേൽ യഥാർത്ഥമല്ലാത്ത ഒന്നിനെ ആരോപിക്കുക എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ സൂപ്പർ ഇമ്പോസിഷൻ എന്ന് പറയാറുണ്ട്. നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കൂ. ചിലപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ പറയാറുണ്ട്, ചെയ്യാത്ത കുറ്റം എൻ്റെ മേൽ ആരോപിച്ചു. അപ്പോൾ അപവാദം എന്നാൽ ആ തെറ്റായ ആരോപണത്തെ യുക്തിയുടെയും അറിവിന്റെയും സഹായത്തോടെ നീക്കം ചെയ്യുക എന്നതാണ്. ലളിതമായി പറഞ്ഞാൽ അസത്യത്തെ സത്യത്തിന്റെ മേൽ ആരോപിക്കുന്നു. എന്നാൽ അപവാദം ആ അസത്യത്തെ നീക്കി സത്യത്തെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നു. ഇതാണ് വേദാന്തം ആദ്യം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി എന്തുകൊണ്ട് അധ്യാരോപം സംഭവിക്കുന്നു എന്ന് നോക്കാം. വേദാന്തം പറയുന്നത് അധ്യാരോപത്തിന് കാരണം അജ്ഞാനമാണെന്നാണ്. നമുക്ക് സത്യം അറിയാത്തപ്പോൾ മനസ്സ് അതിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഓരോ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നു. ഞാൻ ശരീരമാണ്, ഞാൻ മനസ്സാണ്, ഞാൻ പൂർണ്ണനല്ലാത്ത ഒരാളാണ്, ഞാൻ പരിമിതനാണ്, ഞാൻ ദൈവത്തിൽ നിന്ന് വേറിട്ടവനാണ്, അങ്ങനെ പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ സൃഷ്ടിക്കുന്നു. വേദാന്തം പറയുന്നത് ഇത് അജ്ഞാനത്തിലുള്ള ഒരു മനസ്സ് സൃഷ്ടിക്കുന്ന വ്യാഖ്യാനങ്ങളാണ്. ഇതിനുള്ള ഒരേ ഒരു പരിഹാരം ജ്ഞാനമാണ്. അജ്ഞാനം ആദ്യം അധ്യാരോപം സൃഷ്ടിക്കുന്നു. എന്നാൽ അപവാദത്തിലൂടെ, അതായത് ജ്ഞാനത്തിലൂടെ അധ്യാരോപത്തെ ഇല്ലാതാക്കുന്നു. ജ്ഞാനം എന്നത് പ്രകാശമാണ്. പ്രകാശം വരുമ്പോൾ ഇരുട്ട് നീങ്ങുന്നത് പോലെ ജ്ഞാനം വരുമ്പോൾ നമ്മുടെ മനസ്സിലെ അജ്ഞാനങ്ങൾ നീക്കുന്നു. ഇനി വേദാന്തത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണത്തോടെ നമുക്ക് അധ്യാരോപ അപവാദം എന്താണെന്ന് മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, വേദാന്തത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് രജ്ജു സർപ്പ ന്യായം. കയറിന്റെയും പാമ്പിന്റെയും ഉദാഹരണം നമ്മൾ പല വീഡിയോകളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു സന്ധ്യാസമയത്ത് നിങ്ങൾ ഇരുട്ട് നിറഞ്ഞൊരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണെന്ന് സങ്കല്പിക്കൂ. പൂർണ്ണമായിട്ടുള്ള ഇരുട്ടല്ല, മറിച്ച് മങ്ങിയ വെളിച്ചമാണ്. പെട്ടെന്ന് വഴിയിൽ നിങ്ങൾ ചുരുണ്ട് കിടക്കുന്ന എന്തോ ഒന്നിനെ കാണുന്നു. ഇരുട്ട് കാരണം അത് എന്താണെന്ന് വ്യക്തമായി കാണാൻ കഴിയില്ല. പക്ഷേ ചുരുണ്ടു കിടക്കുന്നത് കണ്ട് അത് പാമ്പാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു. പെട്ടെന്ന് നിങ്ങളിൽ ഭയമുണ്ടാകുന്നു, ഉത്കണ്ഠ ഉണ്ടാകുന്നു, ദുഃഖം ആരംഭിക്കുന്നു. നിങ്ങൾ പാമ്പ് പാമ്പ് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു. ഇത് കേട്ട് ടോർച്ചുള്ള ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ടോർച്ചിന്റെ വെളിച്ചത്തിൽ അത് കയറാണെന്ന് നിങ്ങൾ വ്യക്തമായി കാണുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു ഉദാഹരണത്തിൽ അധ്യാരോപ അപവാദം നടന്നു കഴിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കൂ, പാമ്പിനെ നിങ്ങൾ കയറിന്റെ മേൽ ആരോപിച്ചു. അതാണ് അധ്യാരോപം, സൂപ്പർ ഇമ്പോസിഷൻ. സത്യത്തിൽ അവിടെ പാമ്പ് ഇല്ലായിരുന്നു, കയറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇരുട്ട് കാരണം നിങ്ങൾക്ക് വ്യക്തമല്ലാത്തത് കൊണ്ട് അസത്യമായ പാമ്പിനെ നിങ്ങൾ സത്യമായ കയറിന്റെ മേൽ ആരോപിച്ചു. അതാണ് അധ്യാരോപം. ഇനി ടോർച്ചുള്ള ആൾ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? പ്രകാശം വന്നപ്പോൾ ഇരുട്ട് നീങ്ങി. നിങ്ങൾക്ക് സത്യം ശരിക്കും മനസ്സിലായി. ഇനി ഈ ഉദാഹരണത്തിലൂടെ വേദാന്തം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ വേദാന്തം നമ്മളോട് ഗൗരവമേറിയ ഒരു ചോദ്യം ചോദിക്കുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ അധ്യാരോപം സംഭവിക്കുന്നുണ്ടോ? ഇവിടെ കയർ എന്ന് പറയുന്നത് ബ്രഹ്മമാണ്, ദ അൾട്ടിമേറ്റ് റിയാലിറ്റി. സ്നേക്ക് എന്ന് പറയുന്നത് ജഗത്, നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചമാണ്.
ഈ ലോകമാണ്. ഇരുട്ട്, ഡാർക്ക്നെസ് എന്ന് പറയുന്നത് നമ്മുടെ അജ്ഞാനമാണ്. വെളിച്ചം, പ്രകാശം എന്ന് പറയുന്നത് നമ്മുടെ ജ്ഞാനമാണ്. സത്യത്തിൽ ഇവിടെ ബ്രഹ്മം എന്ന സത്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ അജ്ഞത കാരണം നമ്മുടെ വ്യക്തിപരമായ തലത്തിൽ ശരീരമായും മനസ്സായും നമുക്ക് തോന്നുന്നു. ലോകത്തിന്റെ തലത്തിൽ നാമരൂപങ്ങളുള്ള അനേക വസ്തുക്കളായി കാണുന്നു. അതായത് സത്യമായ ബ്രഹ്മം അസത്യമായ അല്ലെങ്കിൽ മിഥ്യയായ ലോകമായി നമുക്ക് തോന്നുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഒരു ചോദ്യം ഉയരും. ബ്രഹ്മം എന്ന് പറയുന്നത് നിത്യവും മാറ്റമില്ലാത്തതുമാണ്. എന്നാൽ ഈ ബ്രഹ്മം എന്തുകൊണ്ട് പ്രപഞ്ചമായി നമുക്ക് തോന്നുന്നു, മാറുന്ന പ്രപഞ്ചമായി നമുക്ക് തോന്നുന്നു? അപ്പോൾ വേദാന്തം പരിചയപ്പെടുത്തുന്ന 2 തരം മാറ്റങ്ങളെ കുറിച്ചുകൂടി നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ അധ്യാരോപ അപവാദം എന്നത് വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ. വേദാന്തം 2 തരം മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. ആദ്യത്തേത് പരിണാമം, രണ്ടാമത്തേത് വിവർത്തനം. പരിണാമം എന്നാൽ യഥാർത്ഥത്തിലുള്ള മാറ്റം. ഒരു വസ്തു ഒന്നിൽ നിന്ന് മറ്റൊരു വസ്തുവായി മാറുന്നതാണ് പരിണാമം, റിയൽ ചേഞ്ച്. രണ്ടാമത്തേത് വിവർത്തമാണ്. വിവർത്തത്തിൽ യഥാർത്ഥ വസ്തു മാറുന്നില്ല, എന്നാൽ ആ വസ്തുവിനെ വേറൊരു വസ്തുവായി നമുക്ക് തോന്നുന്നു. അതാണ് വിവർത്തം. ഇനി നമുക്ക് ഒരു ഉദാഹരണത്തോടു കൂടി ഇത് രണ്ടും വ്യക്തമായി മനസ്സിലാക്കാം. ആദ്യത്തേത് പരിണാമം. എന്താണ് പരിണാമം? ഇത് യഥാർത്ഥത്തിലുള്ള മാറ്റമാണ്. നിങ്ങൾ ഈ ഉദാഹരണം നോക്കൂ. പാൽ തൈരായി മാറുന്നു, കളിമണ്ണ് പാത്രങ്ങളായി മാറുന്നു. ഈ എല്ലാ ഉദാഹരണത്തിലും മൂലവസ്തു മറ്റൊരു വസ്തുവായി മാറുന്നുണ്ട്, അല്ലെങ്കിൽ രൂപാന്തരം പ്രാപിക്കുന്നു. നമ്മുടെ ഭാരതീയ ദർശനങ്ങൾ പലതും ഈ പ്രപഞ്ചത്തെ പരിണാമമാണെന്ന് വിശ്വസിക്കുന്നതുമുണ്ട്. ഇവിടെ നോക്കൂ, ആദ്യത്തെ വസ്തു പാലായിരുന്നു, എന്നാൽ പരിണാമത്തിലൂടെ അത് വേറൊരു വസ്തു, അതായത് തൈരായി മാറി. ഇതേപോലെ മാറ്റങ്ങൾ നമുക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ട്. എന്നാൽ വേദാന്തം മറ്റൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ബ്രഹ്മം എന്നത് നിത്യവും മാറ്റമില്ലാത്തതുമാണ്. പിന്നെ ഈ പ്രപഞ്ചം എങ്ങനെ നമുക്ക് ബ്രഹ്മമായി തോന്നുന്നു? എങ്ങനെ മാറാത്ത ബ്രഹ്മം മാറുന്ന പ്രപഞ്ചമായി തോന്നുന്നു? അതാണ് അടുത്ത തരത്തിലുള്ള മാറ്റം. വേദാന്തം ഇതിനെ വിളിക്കുന്നത് വിവർത്തം എന്നാണ്. അതായത് ഇവിടെ മൂലവസ്തു മാറുന്നില്ല, എന്നാൽ കാണുന്നവന് മാറിയ പോലെ തോന്നുന്നു. നമ്മൾ ആദ്യത്തെ ഉദാഹരണം നോക്കൂ, കയറും പാമ്പും. സത്യത്തിൽ അവിടെ പാമ്പില്ല, എന്നാൽ ഇരുട്ട് കാരണം പാമ്പുള്ളതുപോലെ തോന്നുന്നു. അതേപോലെ മരുഭൂമിയിലെ മരീചികയെ കുറിച്ച് ചിന്തിക്കൂ. സത്യത്തിൽ ഈ മരുഭൂമിയിൽ വെള്ളമില്ല, പക്ഷേ നമുക്ക് വെള്ളം ഉള്ളതുപോലെ നമുക്ക് തോന്നും. നമ്മുടെ സ്വപ്നത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഈ ഉദാഹരണങ്ങളിലെല്ലാം മൂലവസ്തുവിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല, എന്നാൽ നമ്മുടെ അനുഭവം എന്താണ്? ആ വസ്തു മാറിയതുപോലെ തോന്നുന്നു. അതാണ് മിഥ്യ. നോക്കൂ, സത്യത്തിൽ ഇവിടെ യാഥാർത്ഥ്യം അതേപടി നിലനിൽക്കുന്നു. പ്രശ്നം അതിനെ കാണുന്ന വ്യക്തിക്കാണ്. വേദാന്തം പറയുന്നത് ബ്രഹ്മം ഒരിക്കലും മാറിയിട്ടില്ല, എന്നാൽ അജ്ഞാനം മൂലം അല്ലെങ്കിൽ മായ കാരണം പ്രപഞ്ചമായി കാണപ്പെടുന്നു. അതുകൊണ്ട് മായാവിവർത്ത പ്രപഞ്ചം എന്ന് പറയാറുണ്ട്. ശങ്കരാചാര്യർ വളരെ പ്രസിദ്ധമായ സ്റ്റേറ്റ്മെന്റ് ആണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര. ഇവിടെ ബ്രഹ്മം മാത്രമാണ് സത്യമായിട്ടുള്ളത്. ജഗത് എന്നത് മിഥ്യയാണ്, ബ്രഹ്മത്തിൽ ആരോപിക്കുന്ന ഒരു മിഥ്യയാണ്. ജീവൻ, അതായത് വ്യക്തി എന്ന് പറയുന്നത് ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട ഒന്നല്ല. ഇനി നമുക്ക് അധ്യാരോപ അപവാദവും വിവർത്തവും ഒന്നിച്ച് മനസ്സിലാക്കാം. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ഒന്നിച്ചാണ് സംഭവിക്കുന്നത്. വേദാന്തം പറയുന്നത് ബ്രഹ്മം മാറിയിട്ടില്ല. പ്രപഞ്ചം എന്നത് അജ്ഞാനം കാരണം അല്ലെങ്കിൽ മായ കാരണം നാമരൂപത്തിൽ കാണുന്നു എന്നാണ്. അജ്ഞാനം നീങ്ങുമ്പോൾ നമുക്ക് യഥാർത്ഥ സത്യം മനസ്സിലാകുന്നു. പ്രിയമുള്ളവരെ, മായ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ സീരീസ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ കയർ പാമ്പായി കാണപ്പെടുന്നത് പോലെ ബ്രഹ്മം പ്രപഞ്ചമായി കാണപ്പെടുന്നു. ജ്ഞാനം ഉദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. വേദാന്തം പറയുന്നത് ബ്രഹ്മ സത്യം ആണ്. ജഗത് അല്ലെങ്കിൽ പ്രപഞ്ചം എന്നത് മായ മൂലം ഉണ്ടാകുന്ന വിവർത്തമാണ്, മാറ്റമാണ്. വ്യക്തി എന്ന് പറയുന്നത് മറ്റാരുമല്ല, ബ്രഹ്മം തന്നെയാണ്.
നമ്മൾ ഈ യാത്ര ആരംഭിച്ചത് ഞാൻ ഒരു പരിമിതനാണ് എന്ന ചിന്തയോടെയാണ്. എന്നാൽ അത് അവസാനിക്കുന്നത് അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ് എന്ന തിരിച്ചറിവിലാണ്. അതാണ് അധ്യാരോപ അപവാദത്തിന്റെ സൗന്ദര്യം. ഇത് ഒരു പഠന രീതി മാത്രമല്ല, അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് നയിക്കുന്ന ഒരു പാലമാണ്. പരിമിതികളിൽ നിന്ന് പരിമിതമല്ലാത്ത ഒന്നിലേക്ക് നയിക്കുന്ന ഒരു അറിവാണ്. നമ്മളെ തത്വമസിയിലേക്ക് എത്തിക്കുന്ന ഒരു മാർഗമാണ്. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.